മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കാമെന്നാണ് അച്ഛൻ കരുതുന്നത്. പ്രധാനമായും നമ്മൾ കുട്ടികളുടെ അവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുവാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ നന്മയെ ഉദ്ദേശിച്ചാണ് എങ്കിലും അതവർക്ക് നല്ല ഫലം ഉളവാക്കുകയില്ല എന്നുള്ളതാണ് ശരി. ചിലപ്പോഴെങ്കിലും അറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കില്ല, അരിശം വരുമ്പോൾ ഇതിങ്ങളെ കൊണ്ടൊക്കെ എന്നാത്തിനും കൊള്ളാം, തിന്നാനും ഉറങ്ങാനും കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിടിഞ്ഞിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനൊരു റവറൻഡ് സിസ്റ്റർ ഒരിക്കൽ ഷെയർ ചെയ്ത് ഓർക്കുകയാണ്. BEd ഒക്കെ കഴിഞ്ഞ് ഒരു സ്കൂൾ പഠിപ്പിക്കുവാനായിട്ട് ട്രെയിനിങ്ങിന് പോയതാണ്. 9ാം ക്ലാസ്സിലെ ആൺകുട്ടികളെയാണ് കിട്ടിയത്. ആ പ്രായം ഒരു ശകലം ബുദ്ധിമുട്ടുള്ള പ്രായമാണല്ലോ. കുട്ടികളെ ഒന്ന് കയ്യിലെടുക്കാമെന്ന് വിചാരിച്ച് സിസ്റ്റർ ചോദിച്ചു, മോന് എന്താകാനാണ് ആഗ്രഹം? ഓരോ കുട്ടിയോടും ചോദിക്കുകയാണ്. ആദ്യത്തെ കുട്ടി പറഞ്ഞു, എനിക്കൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാകണം. അടുത്ത കുട്ടി പറഞ്ഞ്, എനിക്ക് അധോലോക നായകനാകണം. ചുരുക്കത്തിൽ ക്ലാസ്സിലെ 75% ഓട്ടോറിക്ഷ ഡ്രൈവറെ പ്രിഫർ ചെയ്തു, ബാക്കി 25 അധോലോക നായകനും. കാര്യമൊന്നും പിടിയിട്ടില്ല. സിസ്റ്റർ പറഞ്ഞാൽ എന്തെങ്കിലും ക്ലാസ് എടുത്തു. ഇങ്ങനെ സിസ്റ്റർ വളരെ മിടുക്കിയായിരുന്നതുകൊണ്ട് എന്താണ് ഈ കുട്ടികളിങ്ങനെ പറഞ്ഞത് എന്ന് അന്വേഷിച്ചപ്പോൾ പിടികിട്ടിയത്, അവിടെ ഒരു അരിശക്കാരത്തി ഹെഡ് മിസ്ട്രസ് ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഇടയ്ക്ക് വന്നിട്ട് ഉമ്മമാർ ബഹളം ഉണ്ടാക്കുമ്പം ആ ചൂരിലെടുത്ത് മേശയ്ക്കിട്ടൊരു അടിയൊക്കെ അടിച്ചിട്ട്, മിണ്ടായിരടാ, നീയൊക്കെ വല്ല ഓട്ടോറിക്ഷ ഡ്രൈവറും അധോലോക നായകനും ആവുള്ളടാ എന്ന് പറഞ്ഞ് ചരിച്ചപ്പെട്ടൊരു പോക്കുണ്ട്. കുട്ടികളുടെ മനസ്സിൽ കിടക്കുന്ന ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ കൊണ്ടുവരുന്ന മറ്റൊന്നുമല്ല, കോൺസ്റ്റൻ്റ് ഹരാസ്മെൻറ്റ്, അവരെ താഴ്ത്തിക്കെട്ടി നിങ്ങളൊന്നും ശരിയാവത്തില്ല എന്നിങ്ങനെയുള്ള ഇടപെടലുകൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്നതാണ്, അവരുടെ മനസ്സിനെ തളർത്തുന്നതാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊളോസോസ് 3:21 നമുക്കെല്ലാവർക്കും ഇവിടെ പരിചിതമായ വചനമാണ്. പിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും എന്ന പദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ അവർ പലപ്പോഴും ഈ തിന്മയിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളത് ഒന്ന് മനസ്സിലാകും. അവർ കുട്ടികളെ നന്നായിട്ട് മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡ് ദം എന്ന് ഞാൻ പറയും. അവരെ മനസ്സിലാക്കുക, അവർ കടന്നു പോകുന്ന വഴികൾ, അവരുടെ കടന്നു പോകുന്ന പ്രായം ഒക്കെ മനസ്സിലാക്കി അവരോട് ഇടപെടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മക്കളെ വിശ്വാസത്തിലെടുക്കണം. ഒരളവ് വരെ അവരെ വിശ്വാസത്തിലെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർക്കുകയാണ്. ചില കുട്ടികൾ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അവരിലും എന്തെങ്കിലും നന്മയുണ്ടായിരിക്കും. ആ നന്മ കണ്ടെത്തണം. മുഴുവൻ തിന്മ മാത്രമുള്ള കുട്ടികളല്ല. അവരിലുള്ള നന്മകൾ നമ്മൾ കണ്ടെത്തിയിട്ട് ആ നന്മകളെ പ്രോത്സാഹിപ്പിക്കണം. നന്മയും തിന്മയും ഉണ്ടാകും, തിന്മകളെ പ്രോത്സാഹിപ്പിക്കേണ്ട. നന്മകളൊന്ന് എടുത്തു പറഞ്ഞിട്ട്, എനിക്കെപ്പോഴും നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ പ്രാർത്ഥനയുടെ സമയത്ത് വളരെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ നന്മ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, നന്മ ഒന്ന് എടുത്തു പറഞ്ഞിട്ട് ഒരു പക്ഷേ സ്നേഹത്തോടു കൂടി പിന്നീടോ ഒന്ന് തിരുത്തലുകൾ കൊടുത്താലും അവർ സ്വീകരിക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ആ കുട്ടികളുടെ നന്മ കണ്ടെത്തണം എന്നുകൂടെ ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ മര്യാദയോടുകൂടി എല്ലാവരോടും പെരുമാറാനായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതങ്ങ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയില്ല. ചിലപ്പോൾ ചില പ്രകൃതികളൊക്കെ ഉണ്ടല്ലേ, നമ്മൾ പറയാണ്ട് ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക് എന്നാണ് പറയുക. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രത്യേകതയുണ്ട്. കാര്യം ഒരേ അപ്പൻ്റെ ഒരമ്മയുടെയും മക്കൾ തമ്മിൽ ഈ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഡീലിങ്സ് കടന്നു വരുമ്പോൾ, പെരുമാറ്റത്തിലൊക്കെ വരുമ്പോൾ അപമര്യാദയായിട്ടോ അല്ലെങ്കിൽ അത്ര നല്ലതല്ലാത്ത പെരുമാറ്റമൊക്കെ കാണുവാണെങ്കിൽ അവിടെ വെച്ച് വേണ്ട കേട്ടോ, പിന്നീട് ഒന്ന് വിളിച്ചിരുത്തി, മോനെ, അച്ഛൻ വന്നപ്പോൾ അങ്ങനെ വേണ്ടായിരുന്നു,
അച്ഛൻ ചിലപ്പോൾ ഫീൽ ചെയ്ത് കാണുകയല്ലേ, നമ്മൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് പരിഗണിക്കണ്ടേ, അല്ലെങ്കിൽ അയൽവക്കത്തെ ചേട്ടൻ വന്നപ്പോൾ ശ്രദ്ധിക്കണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളോടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് തിരിയാം. ഇന്നത്തെ കത്ത് ആരുടെയാണ് നിമ്മി ആദ്യമായിട്ട്? ഇന്നത്തെ ആദ്യത്തെ കത്ത് ആലപ്പുഴയിൽ നിന്നും ഒരു വീട്ടമ്മയാണ്. പേര് ത്രേസ്യാമ്മ. എൻ്റെ മകൾക്ക് ചെറുപ്പത്തിലെ തന്നെ ചില ആന്തരിക മുറിവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ വിവാഹിതയാണ്. 2.5 വർഷമായി. അവൾക്ക് മക്കളില്ല. ഭർത്താവ് ദുബായിലാണ്. ഈയിടെ ഒരു നിസ്സാര കാരണത്തിനായി അവൾ നാട്ടിൽ പോയിക്കൊണ്ടിരുന്ന ജോലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ചോറ് വിളമ്പിക്കൊടുത്തില്ല എന്നതായിരുന്നു കാരണം. ഭർത്താവ് പറഞ്ഞതനുസരിച്ച് അവൾ ജോലി നിർത്തി. അതുകൊണ്ടും തൃപ്തിയാകാതെ അവളോടെ വീട്ടിൽ പോകാൻ പറയുകയാണ്. ഡൈവേഴ്സിന് കേസ് കൊടുക്കാമെന്നും പറയുന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ത്രേസ്യാമ്മയുടെ കത്തിലെ പ്രശ്നം മനസ്സിലാക്കുന്നു. ചെറുപ്പത്തിലെ ആന്തരിക മുറിവുകളുണ്ട് മകൾക്ക് എന്ന് ഈ അമ്മച്ചി അവകാശപ്പെടുന്നുണ്ട്. ഇപ്പം എനിക്ക് ആന്തരിക മുറിവുകളെ പറ്റി പറയാനുള്ളത്, കൃത്യമായിട്ട് എന്താണ് ആന്തരിക മുറിവുകളൊന്നും പറയാത്ത സ്ഥിതിക്ക് അത്ര വ്യക്തമായിട്ട് അങ്ങോട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിലും, ആന്തരിക മുറിവുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് അങ്ങനെ താമസിപ്പിക്കേണ്ട. എൻ്റെ അഭിപ്രായം ഒരു ആന്തരിക സൗഖ്യ ധ്യാനം ഈ മകൾ കൂടാനായിട്ട് ഈ അമ്മച്ചി പ്രേരിപ്പിക്കണം എന്നെനിക്ക് പറയാനുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം അവതരിപ്പിച്ചത് അവർക്ക് മക്കളില്ല എന്ന്. മക്കളില്ലാത്തതിനവർ ഡോക്ടറിനെ വല്ലതും കണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കത്തിനകത്ത് അത്ര ക്ലിയർ അല്ല. എങ്കിലും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അവർ നാട്ടിൽ വരുമ്പോൾ ഡോക്ടറിനെ ഒന്ന് കാണുന്നത് നന്നായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറിപ്പോകാനായിട്ട് വളരെ സഹായകമാണ്. ഞാനത് പല അനുഭവങ്ങളിലാണ് പറയുന്നത്. കാരണം പലർക്കും പ്രാർത്ഥിച്ച അവസരങ്ങളിൽ ദൈവം മക്കളെ കൊടുത്ത അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിച്ച് നന്നായിട്ട് മുമ്പോട്ട് പോകണം. പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമൊന്നുമില്ല. ആ കാര്യത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ജോലിക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞതിൻ്റെ കാരണം വാസ്തവത്തിലൊന്നും വിശദമല്ല. ഇവിടെ അമ്മച്ചി എഴുതിയിരിക്കുന്നത് വളരെ ചെറിയൊരു കാരണമാണ്. അതിനുവേണ്ടി ഇത്രയും വലിയ ഒരു കാര്യം ഉണ്ടാകുമോ എന്ന് ഒരു സംശയം. ഏതായാലും അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏതായാലും ഡിവോഴ്സിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞിരിക്കുന്നു. വളരെ ഗൗരവമായിട്ടത് കാണുകയാണ്. എൻ്റെ അഭിപ്രായം, മകൾ വീട്ടിൽ പോകരുത്. മകൾ ഭർതൃഗ്രഹത്തിൽ തന്നെ ആയിരിക്കണം. എന്നാൽ നാട്ടിൽ വന്നു കഴിയുമ്പം വളരെ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ടി വന്നാൽ ഒരു മാരേജ് കൗൺസിലിംഗ് ഞാൻ പ്രിഫർ ചെയ്യുകയാണ്. അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിനിടയിൽ എനിക്ക് ഈ അമ്മച്ചിയായി എഴുതിയിരിക്കുന്നത് നല്ല മകളോട് പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടേ ഫോണിലൂടെയും മറ്റുമൊക്കെ കൂടുതൽ സ്നേഹം കൊടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക ഭർത്താവിന്. അവർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതിനോടിടയ്ക്ക് പ്രാർത്ഥന നിർഭരമായിട്ട് ഈ മകൾ ഭർത്താവിനോടും ഭർതൃഗ്രഹത്തോടും എന്ന് പറഞ്ഞാൽ അമ്മച്ചിയോടും അച്ചാച്ചനോടും ഒക്കെ കൂടുതൽ അടുപ്പം കാണിക്കുവാനും ഒക്കെ ഒന്ന് പരിശ്രമിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നിസ്സാരമായ കാര്യമല്ലല്ലോ. മത്തായി 19:6 പറയുന്ന പോലെ ദൈവം യോജിപ്പിച്ചതാണ്. ഇത് കഞ്ഞി വിളമ്പി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് കൊടുത്തേക്കാം എന്നൊക്കെ പറയുന്നത് മറ്റു കാര്യങ്ങൾ കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഏതായാലും അതിനെ നമ്മളൊരിക്കലും വേണ്ട നിൽക്കരുത്. ആ പൗത്രബന്ധം എന്നും കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാൻ ഈ അമ്മച്ചി മകളെ പ്രേരിപ്പിക്കട്ടെ എന്നാണ് ത്രേസ്യാമ്മയോട് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിമ്മിക്ക് അതേപ്പറ്റി പറയാനുള്ളത്? അമ്മയ്ക്ക് ചോറ് കൊടുത്തില്ല എന്നുള്ള കാരണത്താൽ പറഞ്ഞു വിടേണ്ട കാര്യമില്ല. പിന്നെ മകൾക്ക് ഓരോരുത്തരും ഫിലിപ്പിയർ 2:3-4 പറയുന്നത് പോലെ ഓരോരുത്തരും തങ്ങളുടെ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഉത്കൃഷ്ടരായി കരുതിയിട്ട്
മറ്റുള്ളവരെ തങ്ങളുടെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. പിന്നെ മത്തായി 19:5-6 പറയുന്നത് പോലെ ആദിയിൽ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു, അവർക്ക് ഇണയും തുണയുമായിട്ട് ഭാര്യയും ഭർത്താവിനെയും നൽകിയിരിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇവർ നിസ്സാര കാരണത്താൽ ഡൈവേഴ്സിന് പറയുകയാണ്. പക്ഷേ ദൈവം യോജിപ്പിച്ചതാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിസ്സാര കാരണത്തിൻ്റെ പേരിൽ ഡൈവേഴ്സിന് പോകാതിരിക്കുന്നതാണ് ഉത്തമം. ഡൈവേഴ്സിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. നമുക്കങ്ങനെ വളരെ ലാഘവബുദ്ധിയോടെ കാണാവുന്ന ഒരു കാര്യമല്ല ഭാര്യാഭർത്തൃ ബന്ധം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം രൂപപ്പെടുത്തിയതാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരണം എന്ന് ഈ അമ്മച്ചി മകളെ ബോധ്യപ്പെടുത്തട്ടെ, അല്ലേ? അമ്മച്ചിയാണല്ലോ നമുക്ക് കത്തെഴുതിയിരിക്കുന്നത്, നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ. ഓരോരുത്തർക്കും സഹനം ദൈവം തരുന്നതാണ്. സഹനം മനുഷ്യനെ ശുദ്ധീകരിക്കുവാനുള്ളൊരു പ്രക്രിയയും കൂടിയാണ്. നമ്മൾ സഹനം അത് ലാഭകരമാക്കി എടുക്കാം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് കൂട്ടിച്ചേർത്താൽ ദൈവം മനുഷ്യന് വേണ്ടിയല്ലേ കുരിശിൽ രക്തം ചിന്തിയത്. അതുപോലെ തന്നെ നമ്മൾ കുറേയൊക്കെ സഹനം രക്ഷാകരമാക്കിയാൽ അത് കൂടുതൽ നല്ലതായിരിക്കാം. പ്രാർത്ഥിച്ച് കൂടുതൽ രക്ഷാകരമാക്കി എടുക്കുവാനായിട്ട് പരിശ്രമിക്കണമെന്ന് കൂടി നിമി പറയുകയാണ്. ടോമിൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്കച്ചാ അതിനകത്തെ ഈ അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് ഈ മകൾക്ക് ആന്തരിക മുറിവ് കൊച്ചിലെ ഉണ്ടായിരുന്നു എന്നാണ്. അത് ആ കുഞ്ഞിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വികലതയുണ്ടെന്ന് അമ്മയ്ക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നൊരു സൂചന അതിനകത്തുണ്ട്. പറയത്തില്ല. അപ്പം അവിടെ തന്നെ ആ അമ്മച്ചി അത് പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഓർത്ത് ഈ അമ്മച്ചി നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എൻ്റെ കുഞ്ഞിന് എൻ്റെ പോരായ്മയുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഈ മകളെ ഓർത്ത് അവളുടെ ചെയ്തികളെല്ലാം ദൈവഹിതപ്രകാരമായിരിക്കുന്നതിന് വേണ്ടി അമ്മച്ചി എല്ലാ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ആദ്യത്തെ സ്റ്റെപ്പ് അതാ. 2, ഇവളുടെ ജോലി വേണ്ട എന്നവൻ പറഞ്ഞു. അതിന് കാരണം അമ്മയ്ക്ക് ചോറ് കൊടുക്കാമെന്നൊന്നും അല്ല കാരണം. ആ കുടുംബത്തിൽ കുറേ നാളുകളായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടായിട്ടുണ്ട്. അത് വളരെ കറക്റ്റാണ്. അപ്പം അതിൻ്റെ പരിണിത ഫലമാണ് നീ ജോലിക്ക് പോകണ്ടെന്ന് അവൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. കാരണം ഇവൾ ജോലിക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടാകാം. അത് ഈ മകൾ ശ്രദ്ധിക്കണം. അവൾ ജോലിക്ക് പോകുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ വീട്ടിൽ അമ്മയ്ക്കോ അപ്പനോ പ്രായമായവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് കൊടുക്കാതെ രാവിലെ ജോലിയെന്നും പറഞ്ഞ് പോകുന്ന ആ ഒരു ശൈലി കുടുംബത്തിൽ പറഞ്ഞവർക്ക് നല്ലതല്ല. അപ്പം അത് കുടുംബം ആദ്യമേ ഇവരുടെ കുടുംബം അവരെ കർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അവിടുത്തെ മകളെന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഇസഡ് കാര്യങ്ങളിൽ അപ്പനും അമ്മയ്ക്കും വേണ്ടത് ചെയ്തു കൊടുക്കാനും ഭർത്താവിനെ സ്നേഹിക്കാനും സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളാനും ഒക്കെ ഇവളെ ആ ഒരു ഇത് കാണിക്കണം. അതിൽ ഈ മകൾ ശ്രദ്ധിച്ച് സ്നേഹം കൊടുക്കാൻ പറ്റിയാൽ ഡൈവേഴ്സ് നല്ല അവളെ വേർതിരിഞ്ഞ് ജീവിക്കാൻ അവന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഈ മകൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് അച്ഛൻ മുമ്പേ ആമുഖ സന്ദേശത്തിൽ തന്ന പോലെ ആ നല്ല പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അവളെ അതിൽ വളർത്തി പ്രാപ്തമാക്കുന്നതിന് അമ്മച്ചിക്കും പ്രത്യേകിച്ച് ഈ മകൾക്ക് അവളുടെ ഇതിനകത്തോടൊരു പോരായ്മ വന്നിട്ട് കുടുംബത്തിൽ ബന്ധങ്ങൾ അകന്നു പോകാൻ ഇടയാകാത്ത വണ്ണം അവളും അത് ശ്രദ്ധിക്കണം. ഇനി അകലെ ഇരിക്കുന്ന ഹസ്ബൻഡ് അവനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കൂടി അവനും ഓർമ്മ വേണം. അവനത് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും അവളിലൊരു കുറവുണ്ടെങ്കിൽ അവളുടെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന് പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഭാര്യഭർത്തൃധർമ്മത്തെപ്പറ്റി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അവനും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, അവളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് സ്വർഗത്തിൽ ഞങ്ങൾ ഒന്നിച്ച് എത്തേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ പോകാൻ അവനും പരിശ്രമിക്കണം. ഈ അന്തരീക്ഷത്തിൽ വന്നാൽ ദൈവം അവർക്ക് മക്കളെ കൊടുക്കുമെന്നുള്ളതിന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങൾ 4 കൊല്ലം മക്കളില്ലാതിരുന്നിട്ട് ദൈവം ഞങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അപ്പം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ ചെവി മന്ദീഭവിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ശക്തമായിട്ട് ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുകയും ഒപ്പം 2 പേരും ഒരു ഭാര്യയും ഭർത്താവും നല്ല ബന്ധത്തിന് തമ്പുരാനിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ ഈ ഇഷ്യൂസ് എല്ലാം ശാന്തമായിട്ട് അങ്ങ് പരിഹരിക്കപ്പെടും. അപ്പം മനുഷ്യൻ്റെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ടും ഈ അമ്മച്ചി
കാര്യമായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവനും പ്രാർത്ഥിക്കുകയും അവളുടെ കുറവുകളെ പരിഹരിച്ചെടുക്കുവാൻ ഭർത്താവ് എന്ന നിലയിൽ ചുമതലയുണ്ട്. അത് നിറവേറ്റുവാനായിട്ട് ഇടയാവണം. പ്രധാനമായിട്ടും പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെയും ഈ കുടുംബജീവിതം സുരക്ഷിതമാക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ത്രേസ്യാമ്മ അമ്മച്ചി പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും ആ കുടുംബത്തെ രൂപപ്പെടുത്തുവാനായിട്ട് അങ്ങേയറ്റം പ്രോത്സാഹനം കൊടുക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് രണ്ടാമത്തെ കത്തിലേക്ക് പോയാലോ? അടുത്ത കത്ത് വേങ്ങൂരിൽ നിന്ന് മാത്തുക്കുട്ടിയാണ് എഴുതുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ വിവാഹിതനായിട്ട് 1 വർഷമാകുന്നു. എൻ്റെ വലിയ പ്രശ്നം അവൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കുകയില്ല എന്നതാണ്. അവൾ മുടി വെട്ടുന്നത് എനിക്കിഷ്ടമില്ല, പക്ഷേ അവൾക്ക് വെട്ടണമെന്ന് നിർബന്ധമാണ്. അവളുടെ നഖം വെട്ടണമെന്ന് എനിക്ക് നിർബന്ധമാണ്, അവൾക്ക് വളർത്തണമെന്നും. ഞാൻ ഓഫീസിൽ നിന്നും ഇടയ്ക്ക് ഫോൺ വിളിച്ചാൽ അവൾ ഒന്നും മിണ്ടുകയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടുകൊള്ളും, തിരിച്ചു മൂളുക മാത്രം ചെയ്യും. അവൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ തമ്മിൽ അല്പം പ്രായവ്യത്യാസമുണ്ട്. എനിക്ക് അവളേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്. ഞാൻ എന്നും രാവിലെ പള്ളിയിൽ പോകുന്നയാളാണ്. എന്നാൽ അവൾക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമേ ഇല്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായ വളരെ ഫ്രഷായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇവിടെ ഞാൻ തുറന്നു പറയുമ്പോൾ എന്നെ കേൾക്കുന്ന മാത്തുക്കുട്ടിക്ക് ഫീൽ ചെയ്യരുത്. കത്ത് വായിച്ചതിന് വെളിച്ചത്തിൽ അച്ഛനങ്ങനെ ഒരു ചിന്ത ഉണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ഒരു ശകലം അപകർഷതാബോധം മാത്തുക്കുട്ടിയുടെ മനസ്സിലുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നുകയാണ്. കാരണം മാത്തുക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10 വർഷം മുതിർന്നതാണ് അവളേക്കാൾ എന്നുള്ള ഒരു പ്രശ്നം മാത്തുക്കുട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് അത് വിവാഹത്തിലൊരു പ്രശ്നമേ അല്ല. കാരണം അതറിഞ്ഞ് രണ്ടുപേരും മനസ്സിലാക്കി സമ്മതം മൂളി വിവാഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അത്രയും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം അങ്ങനെ ഒന്നിച്ച് നിങ്ങൾ ഒന്നായി തന്നെ മുന്നോട്ട് പോകണം. യാതൊരു വിധത്തിലൊരു അപകർഷതാബോധത്തിൻ്റെ ആവശ്യമില്ല. അത് അവളുടെ മനസ്സിലും ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏതായാലും അത് മാറ്റിക്കളയണമെന്ന കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ 2 പ്രശ്നങ്ങൾ അവിടെ വെച്ച് മുടി വെട്ടുന്ന കാര്യവും നഖം വെട്ടുന്ന കാര്യവും രണ്ട് അഭിപ്രായങ്ങളാണ്. അതിനെ കാര്യകാരണ സഹിതം ഇവരൊന്നിച്ചിരുന്ന് വളരെ സ്നേഹത്തോടെ എന്തുകൊണ്ടാണ് മുടി വെട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞതെന്ന് മാത്തുക്കുട്ടി പറയണം. അവൾ എന്തുകൊണ്ടാണ് വെട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പറയട്ടെ. അങ്ങനെ വന്ന ധാരണയിൽ അത് എത്തിച്ചേരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നഖത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധിക്കും എന്ന് എനിക്ക് പറയാനുണ്ട്. പിന്നെ എനിക്ക് പ്രധാനമായിട്ടും പറയാൻ തോന്നുന്നത്, ഒരു സ്നേഹസ്പർശനം മാത്തുക്കുട്ടി അവൾക്ക് കൊടുക്കണം. ഈ പുറകോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. മാത്തുക്കുട്ടി ഇങ്ങനെ ഞാനിങ്ങനെ മൂത്താണല്ലോ ഒക്കെ എന്നെ ഇഷ്ടപ്പെടുവോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വിട്ടിട്ട് അങ്ങേയറ്റം സ്നേഹത്തിൻ്റെ ഒരു അനുഭവം. എൻ്റെ ഭാഷ പറഞ്ഞാൽ വിവാഹം കഴിയുന്ന അന്ന് പ്രേമിക്കാൻ തുടങ്ങണം. പിന്നെ അങ്ങ് പ്രേമിച്ചോണമെന്നാണ് ഞാൻ പറയുക. അങ്ങേയറ്റം ഇവളെ സ്നേഹിച്ച് ഇവളെ സ്വന്തമാക്കണം. എന്തെങ്കിലും കുറവുണ്ടെന്ന് വിചാരിച്ച് പുറകോട്ട് നിൽക്കരുത് എന്ന് എനിക്ക് പറയാനുണ്ട്. മാത്തുക്കുട്ടി പ്രതീക്ഷിക്കുന്നിടത്തോളം ആ സ്നേഹം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമിച്ചാണിപ്പോൾ നിൽക്കുന്നത്. അതിൽ കാര്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് പറ്റുന്നിടത്തോളം ഭാര്യ ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ അങ്ങോട്ട് ഊഷ്മളമായ സംസാരം, മാത്തുക്കുട്ടി നമുക്ക് കത്തെഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഊഷ്മളമായി മാത്തുക്കുട്ടി ഇടപെടണം എന്നാണ്. കാരണം സ്ത്രീകൾക്ക് ഊഷ്മളമായ സ്നേഹം വളരെ താല്പര്യമുള്ളതാണ്, അവർ കൊടുക്കേണ്ടതുമാണ്. പിന്നെ കൊളോസോസ് 3:19 പറയുന്നതാണ്, ഭർത്താക്കന്മാരോട് പറയാണ്, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് നിർദ്ദയമായി പെരുമാറരുത്. 2 നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ ദയോടെ പെരുമാറണം എന്ന് തന്നെയാണ്. അവളെ മനസ്സിലാക്കി അവളെ കുറച്ചുകൂടെ ഒന്ന് ഉൾക്കൊള്ളാനും ഹോൾഡ് ചെയ്യാനും സ്നേഹം കൊടുക്കാനും ഒക്കെ സാധിച്ചാൽ പ്രശ്നം പരിഹരിക്കാവുന്നതായിട്ടാണ് എൻ്റെ ഒരു ചിന്ത. പിന്നെ എന്നും പള്ളിയിൽ പോകുന്ന പതിവ് മാത്തുക്കുട്ടിക്കുണ്ട്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ലൊരു പതിവ് ചെറുപ്പം മുതലേ മാത്തുക്കുട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അതിന് ഞാൻ അഭിനന്ദനമാണ് നൽകുന്നത്. എന്നാൽ അവൾക്കതിന് താല്പര്യമില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള വിഷമമുണ്ട് മാത്തുക്കുട്ടിക്ക്. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് പോകാതെ സ്നേഹപൂർവ്വം
പറയുക, എനിക്ക് കിട്ടിയ നന്മകൾ, ഞാനിങ്ങനെ പോകുന്ന വഴിയായിട്ട് എനിക്ക് കിട്ടുന്ന കൃപകൾ, ഇതൊക്കെ അവളോട് ഷെയർ ചെയ്ത് കഴിയുമ്പം അവൾക്കൊരു ബോധ്യം വരട്ടെ. ബോധ്യം വന്നു കഴിയുമ്പോൾ അവൾ തീർച്ചയായിട്ടും ഒരു താല്പര്യം എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സ്നേഹപൂർവ്വം സ്വാധീനിച്ച് അത് ചെയ്യണം എന്ന് ഞാൻ പറയാം. പിന്നെ മാത്തുക്കുട്ടി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, സാധിക്കുമെങ്കിൽ 1 വർഷമായല്ലോ എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട, സാധിക്കുമെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു നല്ല മാരേജ് കൗൺസിലിങ്ങിന് പോകുന്നത് നല്ലതാണ്. കാരണം ഒന്ന്, അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരുപക്ഷെ ഒളിഞ്ഞു കിടക്കുന്ന വേറെ പ്രശ്നങ്ങളുണ്ട്, മാത്തുക്കുട്ടിയെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ധാരണയിൽ പോകാനായിട്ട് വളരെ നല്ലതാണ് എന്ന് എനിക്ക് ഒരു അഭിപ്രായം പറയാനുണ്ട്. ഏതായാലും കാര്യങ്ങൾ വളരെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഒരു വിധത്തിലും മാത്തുക്കുട്ടി അസ്വസ്ഥപ്പെടേണ്ടതില്ല. എല്ലാം ഭംഗിയാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന നേരുകയാണ്. ഇതേപ്പറ്റി എന്താണ് ടോമിച്ചിന് പറയാനുള്ളത്? എനിക്ക് സത്യത്തിന് ചിരിയാ തോന്നിയത്. കാരണം ഈ മുടിയും നഖവും അവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കയറി 1 കൊല്ലമായ അവർ ആ സ്നേഹത്തിൻ്റെ തിമിർപ്പിൽ അവരങ്ങ് ജ്വലിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് അതിൽ നിന്ന് പുറകോട്ട് പോകുന്നത് അതിനടിസ്ഥാനമായിട്ട് മറ്റെന്തെങ്കിലും കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. ഇല്ലാതെ ഇതൊരു വിഷയമാണ്, ഇതല്ല യഥാർത്ഥ വിഷയം. അവരുടെ അടിസ്ഥാന വിഷയം അച്ഛൻ പറഞ്ഞത് ഞാൻ വളരെ അടിവരയിട്ട് അതിനെ തന്നെ സൂചിപ്പിക്കുന്നു. അപകർഷതാബോധം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പുരുഷന്മാരുടെയോ സ്ത്രീകളുടെയോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ പ്രായമോ ഒരു ഘടകമേ അല്ല. അവർ യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ വക്താക്കളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാവരും മറക്കും. മറന്നുകൊണ്ട് ആ സ്നേഹത്തിൽ ഒന്നിച്ച് എപ്പോഴും ഒന്നായിട്ടിരിക്കാനുള്ള ആ ഒരു വ്യഗ്രതയും ആഗ്രഹവും ആ ഒരു ചൈതന്യവും ആ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. വിവാഹം എന്ന കൂദാശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്നതാ. ആദം ഔവ്വായെ കണ്ട മാത്രയിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇതെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്നും പറഞ്ഞ് കെട്ടിപ്പുണർന്ന ആ ചൈതന്യം നമ്മളിലുണ്ട്. ആ ബോധ്യത്തോടു കൂടി അവളുമായിട്ട് ഇടപെടാനും അവൾക്ക് ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത അച്ഛൻ പറഞ്ഞ പോലെ കൊടുത്തുകൊണ്ട് അവളെ മത്ത് പിടിപ്പിക്കുന്ന സ്നേഹം ഇവൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവൻ്റെ പുറകിൽ നിന്ന് മാറാതെ അവൾ പുറകെ നടക്കും. പള്ളിയിൽ പോകാനല്ല, ഏത് കാര്യത്തിനും അവനെ വിട്ടു പോകാതെ അവൾ കൂടെ പോകും. അപ്പം ആ ഒരു തലത്തിൽ ദാമ്പത്യ ജീവിതത്തെ കൊണ്ടുപോകാൻ മാത്തുക്കുട്ടി ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പോയാൽ വിഷയങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. മാത്തുക്കുട്ടി അതിനകത്ത് ഒന്നും ഇല്ലാതെ സ്നേഹം കൊണ്ട് അവളെ നിറച്ചു. എപ്പോഴും അവളുടെ കൂടെ ഞാൻ ഇക്കിളി വിട്ട് കൊച്ചു പിള്ളേരുടെ കൂടെ നടക്കുന്ന പോലെ തന്നെ അവളുടെ കൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്ക് വരാൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം അവർക്ക് കൊടുക്കും. അതിൽ ഭാരമൊന്നും വേണ്ട. അപ്പം സ്നേഹം കൊണ്ട് അവളെ നേടിയെടുക്കുക, അതാണ് ഏറ്റവും കരുണീയമായിട്ടുള്ളതെന്നുള്ളതാണ് ടോമിച്ചിൻ്റെ അഭിപ്രായം. നിമ്മി എന്ത് പറയുന്നത് ഇതിനെപ്പറ്റി? ഞാൻ പറയുന്നത് സ്നേഹം എന്തിനേയും കീഴടക്കും. പിന്നെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന പോലെ ഭാര്യാഭർത്തൃബന്ധം ക്രിസ്തു സഭയെ സാമ്യപ്പെടുത്തിയാണല്ലോ, ഉപമ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്രിസ്തു സഭയെ പ്രകാരം സ്നേഹിച്ചു, അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. പിന്നെ ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാരോട് ഉപദേശം പറയുന്നുണ്ട്, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അപ്പം അവൾ ഭർത്താവിന് യഥാർത്ഥത്തിൽ വിധേയപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അവൾ വിധേയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ സ്നേഹം കൊടുക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞാലും ചെയ്യും. ഇപ്പം നഖം വെട്ടണമെങ്കിൽ നഖം വെട്ടുകയും തലമുടി വളർത്തണമെങ്കിൽ വളർത്തുക. അപ്പം ഇവൻ പറയുകയാണ്, നീ തലമുടി വളർത്തുന്നതാണ് കൂടുതൽ സുന്ദരിയായി കാണപ്പെടുന്നത്, എനിക്കങ്ങനെയാണ് തോന്നുന്നതെന്നൊക്കെ ഒന്നുകൂടെയൊക്കെ സ്നേഹിച്ചു അവളെ ഇച്ചിരി പുകഴ്ത്തിയൊക്കെ പറയുകയാണെങ്കിൽ അവൾ അതിനകത്ത് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പം ഇവൻ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും. അവർക്കൊന്നിച്ച് പള്ളിയിൽ പോകാം. പിന്നെ 10 വയസ്സ് കൂടുതൽ, 10 വയസ്സല്ല, പണ്ടത്തെ ആൾക്കാർ 15-20 വയസ്സിന് വ്യത്യാസമാണ് പണ്ടത്തെ നമ്മുടെ അപ്പന്മാരമ്മമാരൊക്കെ തമ്മിൽ. അപ്പോൾ ഇന്നത്തെ കാലത്ത് പിന്നെ നേരെ ഒന്നിച്ച് പഠിക്കുന്നവരെയൊക്കെയാണ് എല്ലാവരും കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുന്നത്. അത് ഒരിക്കലും പാടില്ല. വിവാഹ ജീവിതത്തിൽ ആർക്കും അങ്ങനെ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അവൻ അവളെ സ്നേഹിച്ചാൽ അവളെ കീഴടക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം നിമ്മയുടെ അഭിപ്രായത്തിൽ, ടോമിച്ചിൻ്റെ അഭിപ്രായം തന്നെയാണ്, സ്നേഹത്തോടു കൂടി ഇടപെട്ട് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം. പിന്നെ നിമ്മി അല്പം കൂടെ കടത്തി പറഞ്ഞത് അവൾ ഒരു വിധേയത്വത്തിൻ്റെ ഭാഗം അതിനകത്തുണ്ട് എന്നുള്ളതാണ്.
വളരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടെ. ഏതായാലും നമുക്ക് ഭാര്യയോട് പറയാനുള്ളത്, വിധേയപ്പെട്ടുകൊണ്ട് ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടുപേരും നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക്. ടോജൻ സൂചിപ്പിച്ചതുപോലെ അത് വലിയൊരു പ്രശ്നമായിട്ട് കാണാതെ സ്നേഹം കൊണ്ട് രണ്ടുപേരും സ്വന്തമാക്കി എല്ലാ വലിയ ശക്തിയോടുകൂടി നല്ല ഒരു ജീവിതം നയിക്കുവാൻ രണ്ടുപേരും പരിശ്രമിക്കണം. കത്തെഴുതിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെയും പ്രാർത്ഥന നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ചു പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ തിരുമുമ്പിൽ ഈ 2 കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. ആ കുടുംബജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകൾ തിരുത്തപ്പെടുവാൻ കർത്താവേ അങ്ങ് കൂടെ ഉണ്ടാവണമേ. അവരെ യോജിപ്പിച്ച് അങ്ങ് അവർക്ക് ഏറെ സന്തോഷപ്രദമായിട്ട് ജീവിക്കാനുള്ള കൃപ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ഇനിയും അവരുടെ ജീവിതത്തിൽ കൂടുതൽ തമ്പുരാനെ അങ്ങയ്ക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കണമേ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഒന്നു ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകി അവരെ ശക്തിപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.